നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇന്നലെയും ഇന്നുമായി ധാരാളം ആളുകൾ രാഹുൽ മാങ്കൂട്ടം വിഷയം എന്നോട് സംസാരിച്ചു. എല്ലാറ്റിനുമൊടുവിൽ ഒരാൾ വിളിച്ച് ഒരു കാര്യം, ഒരൊറ്റ ചോദ്യം, 1 സെക്കൻഡ് കൊണ്ട് ഞാൻ പറയാനുള്ളതങ്ങ് പറഞ്ഞു തീർക്കാമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ഞാൻ എൻ്റെ വീട്ടിലുള്ള സ്ത്രീകളോടൊക്കെ ചോദിച്ചു, നിങ്ങളെ ഒരാൾ അതിക്രൂരമായി ആക്രമിച്ച് ബലാത്സംഗം ചെയ്താൽ നിങ്ങളയാളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുമോ എന്ന്. എൻ്റെ വീട്ടിലുള്ള സ്ത്രീകളൊക്കെ പറഞ്ഞു, ഒരു കാരണവശാലുമില്ല. ഇവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള 3ാം പരാതിയിൽ പൊതുസമൂഹം ചില സംശയങ്ങൾ ഉയർത്തുന്നത്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച ഒരു സംഭവമായി ഈ കേസിനെ കണ്ടിരുന്നു എങ്കിൽ ഒരുപക്ഷെ രാഹുലിനെതിരെ ജനവികാരം ഉണർന്നേനെ. എന്നാൽ രാഹുലിനെതിരെ കൃത്യമായി തയ്യാറാക്കിയ ഒരു പരാതിയാണ് കേരളം കേട്ടത്. പരാതിക്കാരിയായ യുവതി രാഹുലിനെ പരിചയപ്പെടുന്നത് 2023-ൽ. അന്ന് തൻ്റെ ബാല്യകാല സുഹൃത്തായ മറ്റൊരു രാഹുലിന് മെസ്സേജ് അയച്ചപ്പോൾ അത് മാറി രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടിപ്പോയി എന്നാണ് യുവതി പറഞ്ഞത്. അപ്പോൾ മുതൽ തന്നോട് ഹായ് ഹൂയ് എന്നൊക്കെ പറഞ്ഞു വന്നു. അങ്ങനെ വീട്ടുകാര്യങ്ങളടക്കം പറഞ്ഞ് രാഹുലുമായി സൗഹൃദത്തിലായി, പ്രണയത്തിലായി, വിവാഹം കഴിക്കാൻ സമ്മതം എന്ന ഘട്ടത്തിൽ വരെ എത്തി. അങ്ങനെ ഒരു ദിവസം കേരളത്തിലെത്തി. നേരത്തെ കേരളത്തിലെത്തിയപ്പോൾ തൻ്റെ ഭർത്താവിൻ്റെ പിതാവിനെ ശുശ്രൂഷിക്കുന്നതിൻ്റെ ഭാഗമായി രാഹുൽ തന്നെ ഉപദേശിച്ചിരുന്നു. ഭർത്താവിനെ നല്ലതുപോലെ നോക്കണമെന്നൊക്കെ രാഹുൽ പറഞ്ഞുവെന്നാണ് യുവതി വിശദീകരിക്കുന്നത്. യുവതി പോലീസ് സംഘത്തിന് നൽകിയ വിശദമായ വീഡിയോ കോൺഫറൻസിംഗ് മൊഴിയിലാണ് ഇക്കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതൊക്കെയാണ് അടിമുടി സംശയങ്ങളുടെ ഒരു കൂമ്പാരമായി നമുക്ക് മുന്നിൽ നിൽക്കുന്നത്. മറുവശത്ത് യുവതി പറയുന്നു, തിരുവല്ലയിലെ ആഡംബര ഹോട്ടലിൽ താൻ മുറിയെടുത്ത് രാഹുലിനു വേണ്ടി കാത്തിരുന്നു. രാഹുൽ വന്നപാടെ കട്ടിലേക്ക് തന്നെ തള്ളിയിട്ട് ദേഹമാസകലം മാന്തിക്കേറി മുഖത്ത് തുപ്പി മുഖത്തടിച്ച് അതിക്രൂരമായി തന്നെ ബലാത്സംഗം ചെയ്തുവെന്ന്. എന്നാൽ ഇത്തരത്തിൽ ക്രൂരമായി ഇടപെടുന്ന ഒരാളെ ആ യുവതി വിവാഹം കഴിക്കാൻ ഇത്രമേൽ എന്തുകൊണ്ട് ആഗ്രഹിച്ചു? ഇത്ര ക്രൂരമായി ആക്രമിച്ച ആ വ്യക്തിക്ക് എന്തിനാണ് ഒരുപാട് പണവും ഉപഹാരങ്ങളുമൊക്കെ യുവതി നൽകിയത്? രാഹുലിനെതിരെ പരാതിയുമായി കടന്നു വന്ന ആദ്യ യുവതിയും തന്നെ ക്രൂരമായി രാഹുൽ ആക്രമിച്ചുവെന്നൊക്കെ പരാതിയിൽ പറഞ്ഞിരുന്നു. ഇനി 2ാമത്തെ പരാതി നൽകിയ ബംഗളൂരുകാരി സമാനമായ ഒരു ആരോപണം ഉന്നയിച്ചു. ഒരു ഹോം സ്റ്റേയിലേക്ക് തന്നെ വിളിപ്പിച്ചു വരുത്തി അവിടെ വെച്ച് അതിക്രൂരമായി ബലാത്സംഗം ചെയ്തു. തൻ്റെ ശ്വാസം പോലും നിലച്ചു പോകുന്ന ഘട്ടത്തിലെത്തി. എന്നിട്ടും അയാൾ ക്രൂരത തുടർന്നുവെന്നാണ് 2ാമത്തെ യുവതിയും പറഞ്ഞത്. ആ യുവതിയും രാഹുലിനെ വിവാഹം കഴിക്കാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. വിവാഹിതരായ യുവതികൾ അവർ രാഹുലുമായി ബന്ധത്തിലേർപ്പെടുന്നു. പിന്നീട് രാഹുൽ ക്രൂരമായി അവരെ ബലാത്സംഗം ചെയ്തുവെന്ന പരാതി ഉന്നയിക്കുന്നു. എല്ലാറ്റിനുമൊടുവിൽ തങ്ങളെ വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിച്ചു എന്നും അവർ വിശദീകരിക്കുന്നു. ഈ പരാതികൾ അടിമുടി ദുരൂഹത ഉണർത്തുന്നത് ഇത്തരം ചില വിശദീകരണങ്ങളിലാണ്. അതിജീവിതകളെ ആക്ഷേപിക്കാനല്ല, പക്ഷെ പരാതിയിലൊക്കെ കടന്നുകൂടിയ ഒരു പൊതു സ്വഭാവം, ക്ലീഷേ. അതുകൊണ്ടാണ് രാഹുൽ ഇത്രയേറെ കട്ടയ്ക്ക് നിൽക്കുന്നത്. നിയമപരമായി താൻ സുരക്ഷിതനാണ് എന്ന് വെല്ലുവിളിക്കുന്നതിന് പിന്നിൽ ഈ കാരണങ്ങൾ തന്നെ. ഇപ്പോഴിതാ അതിജീവിതയെ ഭയപ്പെടുത്തി എന്ന പേരിൽ ചില വാട്സാപ്പ് ചാറ്റുകൾ മലയാളത്തിലെ മാധ്യമങ്ങളൊക്കെ പുറത്തുവിട്ടിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ 3ാം പരാതിക്കാരി ഇമെയിൽ വഴിയാണ് ഒരു പരാതി മുഖ്യമന്ത്രിക്ക് അയക്കുന്നത്. രായ്ക്ക് രാമാനം രാഹുലിനെ പൊക്കി. ചുരുക്കത്തിൽ വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സ്ത്രീകൾ ഏതെങ്കിലുമൊക്കെ കാമുകന്മാരെ കണ്ടെത്തുന്നു. ആ കാമുകന്മാർ ഇവരെ പീഡിപ്പിച്ചാൽ, അവരെ വീണ്ടും വിവാഹം കഴിക്കുമെന്നൊക്കെ വാഗ്ദാനം നൽകി വഞ്ചിച്ചാൽ ഉടനടി ഈ കേസിൽ ഇടപെടുന്ന ഒരു സർക്കാരിനെയാണ് കേരളത്തിൽ നമ്മൾ കാണുന്നത്. അങ്ങനെ ഒരു മുഖ്യമന്ത്രി നമുക്കുണ്ട് എന്നത് നമ്മുടെ സ്വകാര്യ അഹങ്കാരം തന്നെയാകും. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി കിട്ടിയ മുഖ്യമന്ത്രി പിന്നീട് പരാതിക്കാരി അയച്ച ഒരു ശബ്ദ സന്ദേശം കേട്ടുവെന്നുമൊക്കെയാണ് ഇന്നലെ മാധ്യമങ്ങളിലൂടെ നമ്മൾ അറിഞ്ഞത്. ഈ ശബ്ദ സന്ദേശം കേട്ട മുഖ്യമന്ത്രിക്ക് ഹാലിളകി. മുഖ്യമന്ത്രി പെട്ടെന്ന് തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകി, ഇരുചെവി അറിയാതെ രാഹുലിനെ ഇങ്ങ് തൂക്കിയെടുക്കാൻ. അർദ്ധരാത്രി കഴിഞ്ഞ് 12:30 മണിക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യുന്ന വീരസാഹസിക വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പോലീസ് തന്നെ പങ്കുവച്ചിരിക്കുന്നു. രാത്രി ഒരു മുറിയിൽ കിടന്നുറങ്ങുന്നവനെ പിടിക്കാൻ 8 പോലീസുകാരടങ്ങിയ ഒരു സംഘം വലിയ തീവ്രവാദികളെ പിടിക്കുന്നത് പോലെ ഹോട്ടലിൻ്റെ റിസപ്ഷൻ ഹാളിലെത്തി അവിടെയുള്ള മൊബൈൽ ഫോണുകളൊക്കെ സീസ് ചെയ്ത് മുന്നോട്ടായിരുന്നു.
ഒടുവിൽ തോക്കെടുത്തില്ല എന്ന് മാത്രം രാഹുലിനെ നിഷ്പ്രയാസം കീഴ്പ്പെടുത്തുന്ന ലാഘവത്തോടെ അറസ്റ്റ് ചെയ്ത് താഴേക്ക് കൊണ്ടുവരുന്നു. രാഹുൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഏത് കേസാണ് എന്ന് പോലും വ്യക്തമാക്കാതെയാണ് പോലീസ് രാഹുലിനെ കസ്റ്റഡിയിലെടുക്കുന്നത്. സുപ്രീം കോടതി ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട ചില നിർദ്ദേശങ്ങളൊക്കെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. എന്നാൽ രാഹുൽ മാങ്കൂട്ടം ഒരു സ്ഥിരം കുറ്റവാളിയായതുകൊണ്ട് അത്തരം നിർദ്ദേശങ്ങളൊന്നും പാലിക്കേണ്ടതില്ല എന്നതാണ് പോലീസിന്റെ നിലപാട്. സ്ഥിരം കുറ്റവാളി എന്ന് പറയുമ്പോൾ 1ഉം 2ഉം പരാതിക്കാർ, ആ 2 പരാതിയും 3ആം പരാതിയും ഒരേ പരാതി തയ്യാറാക്കിയതുപോലെ നമുക്ക് തോന്നുന്നത് യാദൃശ്ചികം മാത്രം. ഇനിയാണ് രാഹുലിനെ കുറിച്ചുള്ള മറ്റു ചില വിശേഷണങ്ങൾ നമ്മൾ ഇവിടെ പങ്കുവെക്കേണ്ടത്. അന്വേഷണ സംഘത്തിന് മുന്നിൽ രാഹുൽ നിൽക്കുന്നു, മുഖത്തൊരു ചെറുപുഞ്ചിരി. എന്താണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്ര ധാർഷ്ട്യം? അവൻ്റെ മുഖത്തെങ്ങനെ ഇപ്പോഴും ചിരി പടരുന്നു? അത് സർക്കാരിനെ അസ്വസ്ഥമാക്കി. അതുകൊണ്ട് തന്നെയാണ് കൊച്ചു വെളുപ്പം കാലത്തെ പൂക്കുഴലി IPS രാഹുലിനെ ചോദ്യം ചെയ്യാനായി പത്തനംതിട്ട AR ക്യാമ്പിലെത്തിയത്. രാഹുലിൻ്റെ മുഖത്ത് അപ്പോഴും ചിരി. എന്ന് മാത്രമല്ല, പോലീസ് ഉദ്യോഗസ്ഥരോട് രാഹുൽ പറയുന്നു, അനാവശ്യ കേസ് എൻ്റെ മേൽ ചാർജ് ചെയ്യാൻ നോക്കേണ്ട, ഈ കേസിൽ നിന്ന് ഞാൻ കൂളായി പുറത്തു വരും. ഈ കേസിൽ നിങ്ങൾക്കെന്നെ കൊടുക്കാൻ കഴിയില്ല. പരസ്പര സമ്മതത്തോടെയാണ്, ഉഭയകക്ഷി ധാരണയുടെ അടിസ്ഥാനത്തിലാണ് യുവതിയുമായി താൻ ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടത്. യുവതിയുമായി താൻ പ്രണയത്തിലേർപ്പെടുമ്പോൾ യുവതി വിവാഹിതയായിരുന്നു എന്ന് തനിക്കറിയില്ല എന്നാണ് ഇപ്പോൾ രാഹുൽ വിശദീകരിക്കുന്നത്. ആദ്യ പരാതിക്കാരിയുടെ പരാതി ഉയർന്ന വേളയിൽ വിവാഹിതയായിരുന്നു എന്ന് താൻ അറിഞ്ഞിരുന്നുവെന്ന് രാഹുൽ കോടതിയിൽ പറഞ്ഞിരുന്നു. എന്നാൽ ഇവിടെ വളരെ ബുദ്ധിപൂർവമാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മറുപടി. വിവാഹിതയാണ് എന്ന് താൻ അറിഞ്ഞില്ല എന്ന് ബുദ്ധിപൂർവം തന്നെയാണ് രാഹുൽ ഇവിടെ പറയുന്നത്. എന്ന് മാത്രമല്ല, ഭർത്താവ് ഒന്നിച്ച് ആ യുവതി കഴിയുന്ന അവസരത്തിൽ തന്നെയാണ് യുവതിയുമായി രാഹുൽ ബന്ധം പുലർത്തിയിരുന്നത് എന്നതും വ്യക്തം. അതുകൊണ്ട് തന്നെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നുള്ള വാദമൊന്നും നിലനിൽക്കില്ല. ഉഭയകക്ഷി സമ്മതപ്രകാരമാണ് ഇരുവർക്കുമിടയിൽ ലൈംഗിക ബന്ധമുണ്ടായത് എന്ന വാദത്തിൽ രാഹുൽ ഉറച്ചു നിൽക്കുന്നു. ഇവിടെ ഹോട്ടൽ മുറിയിൽ സ്വയം മുറിയെടുത്ത് രാഹുലിനു വേണ്ടി കാത്തിരുന്ന ആ സന്ദർഭം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുമെന്നുറപ്പ്. നിയമപരമായ കേസ് നിലനിൽക്കില്ല എന്ന് രാഹുൽ തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് അന്വേഷണ സംഘത്തെ രാഹുൽ വെല്ലുവിളിച്ചത്. പാലക്കാട് ഇനിയും താൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നും കോൺഗ്രസ് സീറ്റ് നൽകിയില്ലെങ്കിൽ സ്വതന്ത്രനായി മത്സരിക്കുമെന്നും രാഹുൽ അന്വേഷണ സംഘത്തെ വെല്ലുവിളിച്ചു. ജനങ്ങൾ ഒപ്പമുണ്ട് എന്നാണ് രാഹുലിൻ്റെ ഭാഷ്യം. മറുവശത്തിപ്പോൾ പരാതിക്കാരി ഒരു വാട്സാപ്പ് ചാറ്റ് പുറത്തുവിട്ടു. ആ വാട്സാപ്പ് ചാറ്റിലും എന്തുകൊണ്ടാണ് പരാതി ഇപ്പോൾ പെട്ടെന്ന് പൊട്ടിമുളയ്ക്കാൻ ഇടവന്നത് എന്ന് വ്യക്തമാകുന്നു. പരാതിക്കാരി രാഹുലിനെ ബന്ധപ്പെടുന്നു. അത് ആദ്യ 2 പരാതികൾക്ക് ശേഷം കനത്ത സമ്മർദ്ദം പരാതിക്കാരി രാഹുലിന് മേൽ ചെലുത്തിയെന്നാണ് പരാതിക്കാരിയുടെ ചാറ്റുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. പാർട്ടിയിൽ നിന്ന് രാഹുലിനെ സസ്പെൻഡ് ചെയ്ത വിവരങ്ങളൊക്കെ പരാതിക്കാരി രാഹുലിനോട് പറയുന്നതായി ഈ ചാറ്റുകളിലുണ്ട്. ഈ സസ്പെൻഷൻ എങ്ങനെയെങ്കിലും പിൻവലിപ്പിച്ച് പാർട്ടിയിൽ തിരിച്ചു വന്ന് നിന്റെ ഇമേജ് തിരിച്ചു പിടിക്കാനുള്ള ശ്രമമുണ്ടല്ലോ, അത് കാണാം. അതൊന്നും ഞാൻ അനുവദിക്കില്ല. ഞങ്ങളുടെയൊക്കെ ജീവിതം നശിപ്പിച്ച് നിന്റെ ഇമേജ് തിരിച്ചു പിടിച്ച് പൊളിറ്റിക്കൽ കരിയർ തിരിച്ചു പിടിക്കാനുള്ള ശ്രമം ഞങ്ങൾ അനുവദിക്കില്ല. ഇതാണ് പരാതിക്കാരിയുടെ വാക്കുകൾ. ഒരു കാര്യം വ്യക്തമാണ്, പരാതിക്കാരിയുടെ ഉള്ളിൽ കത്തുന്ന പകയുണ്ട്. ആ പക തന്നെയാണ് രാഹുലിനോടവർ പ്രകടിപ്പിച്ചത്. അതിന് രാഹുൽ കട്ടയ്ക്ക് നൽകിയ മറുപടി, അതിലും ഭീഷണിയുണ്ട്, ധാർഷ്ട്യമുണ്ട്. പരാതിക്കാരി എന്ത് ചെയ്താലും അതിൻ്റെ ബാക്കി താൻ ചെയ്യുമെന്ന് രാഹുൽ പരാതിക്കാരിയോട് പറയുന്നു. നീ ചെയ്യുന്നത് ഞാൻ താങ്ങും, എന്നാൽ നീ താങ്ങില്ല. ഇതാണ് പരാതിക്കാരിയോടുള്ള രാഹുലിൻ്റെ ഭീഷണി. നാട്ടിലേക്ക് വന്നാൽ ആളുകളുമായി താൻ അതിജീവിതയുടെ വീട്ടിൽ വരുമെന്ന് രാഹുൽ അയച്ച ഈ ഭീഷണി സന്ദേശത്തിലുണ്ട്. എന്നാൽ ആളുകളുമായി വീട്ടിലേക്ക് വരുമെന്ന് രാഹുൽ അയച്ചത് ഏത് പശ്ചാത്തലത്തിലാണ് എന്ന് വ്യക്തമല്ല. ആരെയാണ് നീ പീഡിപ്പിക്കുന്നത്? പ്രസ് മീറ്റ് നടത്താൻ വെല്ലുവിളിക്കുകയാണ്. എനിക്കും എൻ്റെ കുടുംബത്തിനും ഇനി നഷ്ടപ്പെടാനൊന്നുമില്ല. ഇങ്ങോട്ട് തന്ന ഓരോരുത്തർക്കും അവരുടെ കുടുംബത്തിനും അതേ നാണയത്തിൽ ഞാൻ തിരിച്ചു കൊടുക്കും. പേടിപ്പിക്കാൻ നീയെന്നല്ല ലോകത്തൊരു മനുഷ്യനും നോക്കേണ്ട. പേടിക്കാൻ ഉദ്ദേശമില്ല. ഞാൻ മാത്രം മോശം, ബാക്കിയുള്ളവർ പുണ്യാളത്തികളും. ഇങ്ങനെയായിട്ടുള്ള ഒരു പരിപാടിയും ഇനി നടക്കില്ല. ഈ പേടിപ്പിക്കുന്ന പരിപാടിയൊക്കെ 1 മാസം മുൻപ് വരെയാണ് നടത്തിയിരുന്നത് എങ്കിൽ അല്പമെങ്കിലും ഞാൻ മൈൻഡ് ചെയ്തേനെ. ഇപ്പോൾ എല്ലാത്തിൻ്റെയും എക്സ്ട്രീം കഴിഞ്ഞു നിൽക്കുകയാണ്. ഇത് ഇമേജ് തിരിച്ചു പിടിക്കാനൊന്നുമല്ല, അത് നിന്റെ തോന്നലാണ്. നീയെല്ലാം ചെയ്തിട്ട് വാ, എന്നിട്ട് പിന്നെ നന്നായി ജീവിക്കുന്നേ. രാഹുലിൻ്റെ കട്ടയ്ക്കുള്ള മറുപടി, എല്ലാത്തിനും എക്സ്ട്രീമായി താൻ മാറി എന്ന് രാഹുൽ മനസ്സിലാക്കിയിരിക്കുന്നു. കാരണം നാണക്കേടിൻ്റെ ഏറ്റവും വലിയ പാതാളക്കുഴിയിലേക്ക് താൻ വീണിരിക്കുന്നുവെന്ന് തിരിച്ചറിഞ്ഞ രാഹുൽ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ കട്ടയ്ക്ക് യുവതിക്ക് മറുപടി നൽകിയത് എന്ന് വ്യക്തം.
ഇതോടെ യുവതി ചൊടിച്ചു. പരാതിയുമായി മുഖ്യമന്ത്രിക്ക് ഇമെയിൽ സന്ദേശം. പലതും തുറന്നു പറയാൻ തന്നെയാണ് തീരുമാനമെന്ന് രാഹുൽ തന്റെ മെസ്സേജിൽ പറയുന്നു. ഞാൻ മാത്രം മോശവും ഇവർ പുണ്യാളത്തുകളുമായിട്ടുള്ള പരിപാടി ഇനി നടക്കില്ല എന്നതാണ് രാഹുലിന്റെ നിലപാട്. കുറ്റകൃത്യം നടന്ന ഹോട്ടലിൽ രാഹുലും അതിജീവിതയും മുറിയെടുത്തതിന്റെ തെളിവുകൾ പോലീസിന് ലഭിച്ചു. ഹോട്ടൽ രജിസ്റ്ററിൽ ഇരുവരുടെയും പേര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹോട്ടലിൽ മുറിയെടുത്ത് യുവതി തന്നെയാണ് ആദ്യം എത്തിയത്. പിന്നീട് രാഹുൽ എത്തിയപ്പോൾ രാഹുലിൻ്റെ ID കാർഡ് താഴെ കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ നീ എന്താ ഇത്ര മണ്ടിയാണോ എന്നാണ് യുവതിയോട് രാഹുൽ ചോദിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ മാവേലിക്കര സബ് ജയിലിൽ നിന്ന് തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് മാറ്റാനുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുന്നു. രാഹുൽ തന്നെയാണ് ഇത്തരമൊരു ആവശ്യം കോടതിക്ക് മുന്നിൽ ഉയർത്തിയത്. മാവേലിക്കര ജയിലിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ്. കൂടാതെ മതിയായ ജീവനക്കാരും അവിടെയില്ല. അതുകൊണ്ട് തന്നെ സുരക്ഷയുടെ കാര്യത്തിൽ ആശങ്കയുണ്ട് എന്ന് രാഹുൽ പറഞ്ഞു. രാഹുലിനെ എത്രയും വേഗം പുറത്തെത്തിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ അഭിഭാഷക സംഘം നടത്തുന്നത്. രാഹുലിന്റെ അഭിഭാഷകൻ ശാസ്തമംഗലം അജിത് ഇന്ന് കോടതിയിൽ നേരിട്ടെത്തുന്നില്ല. രാഹുൽ MLAയുടെ ജാമ്യാപേക്ഷ ഇന്ന് തിരുവല്ല ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കുന്നു. ജാമ്യാപേക്ഷയിൽ സീനിയർ അഭിഭാഷകനായ ശാസ്തമംഗലം അജിത് നേരിട്ട് പങ്കെടുക്കുന്നില്ല. ജാമ്യഹർജി നീട്ടി ദീർഘകാലം ജയിലിലിടാനുള്ള നീക്കം പൊളിക്കുകയാണ് അഭിഭാഷക സംഘത്തിന്റെ ആദ്യ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ സെഷൻസ് കോടതിയിൽ നൽകുന്ന ജാമ്യഹർജി ആദ്യം അവിടെ നിന്ന് തള്ളിക്കളയിപ്പിക്കണം. പരാതിക്കാരി ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്ന് അഭിഭാഷകൻ ഉറപ്പിച്ചു പറയുന്നു. ഉഭയസമ്മതപ്രകാരമാണ് ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടത്. രാഹുലിനെ 5 ദിവസം കസ്റ്റഡിയിൽ വേണമെന്നാണ് പോലീസിന്റെ ആവശ്യം. എന്നാൽ 5 ദിവസം എന്തിന് എന്ന ചോദ്യം കോടതിയിൽ രാഹുലിന്റെ അഭിഭാഷകർ ഉയർത്തും. കസ്റ്റഡി അപേക്ഷ സാധാരണഗതിയിൽ അനുവദിക്കുകയാണ് പതിവ്. കസ്റ്റഡിയിലിട്ട് പരമാവധി രാഹുലിനെ നാണം കെടുത്താനുള്ള നീക്കങ്ങൾ പോലീസ് സംഘം നടത്തും. അതിന് ഭരണകൂട ഒത്താശയുമുണ്ടാകും. ഹോട്ടലിലും മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ രാഹുലിനെ എത്തിച്ച് പരമാവധി നാറ്റിക്കുകയാവും ഭരണകൂടത്തിന്റെ ലക്ഷ്യം. ബലം പ്രയോഗിച്ചോ നിർബന്ധിച്ചോ ഉള്ള ലൈംഗിക ബന്ധമല്ല ഞങ്ങൾക്കിടയിൽ നടന്നത് എന്ന വാദം കോടതിയിൽ ശക്തമായി ഉന്നയിക്കുകയാണ് രാഹുൽ. അവർ വിവാഹിതയാണ് എന്നറിഞ്ഞ നിമിഷം തന്നെ താൻ അവരുമായുള്ള ബന്ധം ഉപേക്ഷിച്ചു എന്ന നിലപാടാണ് കോടതിയിൽ രാഹുൽ സ്വീകരിക്കുന്നത്. വിവാഹിതയാണെന്നറിയാതെ അവരെ വിവാഹം കഴിക്കാൻ താൻ ആഗ്രഹിച്ചു എന്ന നിലപാടും രാഹുൽ എടുക്കുന്നു. വളരെ വിചിത്രമായ ഒരു കേസായി ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള 3ാം പരാതി മാറുന്നു. ധാർമ്മികമായി രാഹുലിൻ്റെ ഈ പെൺവേട്ട കേരള പൊതുസമൂഹം ചോദ്യം ചെയ്യുമ്പോഴും രാഹുലിന് നേരെ നടക്കുന്നത് സമാനതകളില്ലാത്ത രാഷ്ട്രീയ വേട്ടയാണ് എന്ന് ജനം കരുതുന്നു. അതാണ് കേസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.